നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിക്കപ്പെട്ട കാമുകിയുടെ സങ്കടക്കടലിലാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എന്ന് തുടങ്ങുന്ന കോൺഗ്രസിൻ്റെ മുഖപത്രമായ വീക്ഷണത്തിൻ്റെ മുഖപ്രസംഗം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. എതിരാളികൾ മനസ്സിൽ കാണുന്നത് മാനത്ത് കാണുന്ന അതീവ കൗശലക്കാരനായ രാഷ്ട്രീയക്കാരനായിരുന്നു KM മാണി. അത്തരമൊരു മനസ്സോ മാനമോ കൗശലമോ ഇല്ലാത്ത ജോസ് കെ മാണി CPMൻ്റെ അരക്കില്ലത്തിൽ കിടന്ന് വെന്തുരുകാതെ UDFിലേക്ക് തിരിച്ചു വരുന്നതാണ് നല്ലത്. ജോസ് കെ മാണിയെ ആക്ഷേപിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം ആക്ഷേപിക്കുകയും ഒപ്പം CPMൻ്റെ അരക്കില്ലത്തിൽ കിടന്ന് വെന്തുരുകാതെ UDFിലേക്ക് മടങ്ങി വരൂ എന്ന് പറയുകയും ചെയ്യുന്നു. വരാൻ വേണ്ടിയാണോ വരാതിരിക്കാനാണോ ഇങ്ങനെ ഒരു മുഖപ്രസംഗം എന്ന് കേട്ടാൽ മനസ്സിലാവില്ല. ആ തരത്തിൽ തന്നെ ജോസ് കെ മാണിയെ ആക്ഷേപിക്കുന്നുണ്ട്. സ്വാഭാവികമായും ഈ രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട് CPI ആയിട്ടുള്ള തർക്കം, ജോസ് കെ മാണി വിഭാഗത്തിനുള്ളിൽ ഉണ്ടാകാവുന്ന തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു എഡിറ്റോറിയൽ കൂടിയാണ് ഇന്ന് വീക്ഷണം എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഒരു ലക്ഷ്യം LDFിൽ നിന്ന് തിരിച്ച് ജോസ് കെ മാണി വിഭാഗത്തെ UDFിലേക്ക് മടക്കി കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യം കോൺഗ്രസിനുണ്ടോ? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വടകരയിൽ നിന്നും ബാലകൃഷ്ണനാണ് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ LDFിൽ നിൽക്കുന്ന ജോസ് കെ മാണി വിഭാഗത്തെ UDFിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നുണ്ടോ, അതോ തൽക്കാലം ഒരു ജോസ് കെ മാണിക്കൊട്ടൊരു കുത്ത് എന്നതിനപ്പുറത്തേക്ക് ഈ എഡിറ്റോറിയലിനെ കാണേണ്ടതില്ലേ? എന്താണ് താങ്കളുടെ അഭിപ്രായം? നമസ്കാരം സാർ. നമസ്കാരം. ഇത് പ്രതീക്ഷിച്ചത് 4-ാം തീയതിക്ക് ശേഷമാണ് സാർ. ഇങ്ങനെയൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് പല ചെറു കക്ഷികളും അടർന്ന് പല സ്ഥലത്തേക്കും പോകും. പക്ഷെ അതിന് കോൺഗ്രസ് വലിയ പ്രതീക്ഷ വെക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. KM മാണി ഇനിയൊരു മുന്നണി മാറ്റം ഉണ്ടെങ്കിൽ അത് ആലോചിച്ചിട്ടും ഈ കേരള രാഷ്ട്രീയത്തിൽ എവിടത്തേക്ക് പോകണമെന്നും KM മാണിയുടെ മകനാണല്ലോ ജോസ് കെ മാണി. അപ്പൊ അദ്ദേഹത്തിന് അത്ര ബുദ്ധി കുറച്ചൊന്നും കാണണ്ട. പിന്നെ ഈ രണ്ട് മുന്നണി അല്ലാതെ വേറെ എങ്ങോട്ടാണ്? അവർക്ക് സ്വാഭാവികമായ അധികാരം വേണമല്ലോ. അധികാരം കിട്ടാൻ സാധ്യതയുള്ളത് രണ്ട് മുന്നണികളല്ലേ ഉള്ളൂ. മാറ്റം എങ്ങോട്ട് പോകാനാണ്? അല്ല, അധികാരം ഇതിലും വലിയ അധികാരം കിട്ടാനുള്ള മുന്നണി വേറെ ഉണ്ടല്ലോ സാർ രാജ്യത്ത്. അപ്പൊ അങ്ങനെയൊന്നും പറയല്ല, അടച്ചാക്ഷേപിക്കല്ല സാർ. അപ്പൊ അതുകൊണ്ട് കേരളത്തിൽ അവർക്ക് ഒരു മന്ത്രിസ്ഥാനോ അല്ലെങ്കിൽ മുന്നണിയൊക്കെ കിട്ടണമെങ്കിൽ ഒന്നുകിൽ LDFിൽ നിൽക്കണം അല്ലെങ്കിൽ UDFിൽ നിൽക്കണം. അല്ലെങ്കിൽ കേന്ദ്രത്തിൽ ഒരു മന്ത്രിസ്ഥാനം കിട്ടിയാൽ എന്താ സാർ കുളിക്കുക? കേന്ദ്രത്തിൽ മന്ത്രിസ്ഥാനം കിട്ടാനാണെങ്കിൽ കൊള്ളാം. അങ്ങനെ അത് കിട്ടിക്കൂടാന്നില്ലല്ലോ. കേരളത്തെ സംബന്ധിച്ച് NDA മുന്നണിക്ക് അവരുടെ ശക്തി വർദ്ധിപ്പിക്കാനുള്ള ഏത് വിട്ടുവീഴ്ചക്കും തയ്യാറാവും. KM മാണി അന്ന് തന്നെ വരേണ്ടിയത് NDAയിലായിരുന്നു. അദ്ദേഹത്തിന് ചെറിയൊരു ബുദ്ധിമോശം പറ്റിയത് കൊണ്ടാണ് വോട്ടെണ്ണുന്ന നിശ്ചയം വീട്ടിലുണ്ട് എന്ന് പറഞ്ഞ ആളെ കൂടെ പോയത്. അതിന് അദ്ദേഹത്തിന് ഏറ്റവും വലിയ പരാജയം. പോയായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഈ MLA മാരെ വല്ലതും കിട്ടുമായിരുന്നോ? ആർക്ക്? ജോസ് കെ മാണിക്ക്. അതെങ്ങനെയാ സാർ ഇല്ല എന്ന് പറയുന്നത്? കിട്ടുകയോ ഇല്ലയോ എന്നല്ലല്ലോ. നമ്മളൊരു മുന്നണി ഉണ്ടാക്കി ശക്തി ആർജിച്ച് വന്നാൽ കേരള രാഷ്ട്രീയത്തെ കുറിച്ച് നമുക്ക് രണ്ടുപേർക്കും അറിയാവുന്ന കാര്യം തന്നെയല്ലേ. കേരള രാഷ്ട്രീയത്തിൽ LDFിലോ UDFിലോ നിൽക്കാത്ത നിലവിലെ സാഹചര്യത്തിൽ ഇത്രയും MLA മാരോ അല്ലെങ്കിൽ ഭരണത്തിൽ പങ്കാളിത്തം ഒക്കെ കിട്ടുമോ? ഭരണത്തിൽ പങ്കാളിത്തം അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതിലും വലിയ മന്ത്രിസ്ഥാനം കിട്ടാനുള്ള സാധ്യത ഉണ്ടല്ലോ. ഒരാൾക്ക് മന്ത്രിസ്ഥാനം കിട്ടിയാൽ അതിനപ്പുറത്തേക്ക് ഇവിടെ നിന്ന് ജയിക്കുകയൊക്കെ വേണ്ടേ? MLA മാരും ഒക്കെ വേണ്ടേ അവരുടെ പാർട്ടിക്ക്? അവർ ബാക്കിയുള്ളവർ ജോസഫിന്റെ കൂടെ പോയില്ലേ? അപ്പോൾ അപ്പൊ രാജ്യസഭാ മെമ്പർ ആക്കിയിട്ട് മന്ത്രിയാക്കുന്നാണെങ്കിൽ എന്താ ചെയ്യാ? അപ്പൊ NDAയിലേക്കായിരുന്നു അദ്ദേഹം വരേണ്ടിയിരുന്നത്. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്, NDAയിലേക്ക് വരണം എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ദാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ജോസ് കെ മാണി മുന്നണി മാറാനുള്ള സാധ്യത ഉണ്ടോ? ഇല്ല, അതിന് സാധ്യത ഒരു മന്ത്രിസ്ഥാനം കളഞ്ഞുകൊണ്ട് മണ്ണ് മാറുന്നില്ല. പിന്നെ ഇതൊരു വിലപേശലാണ്. അടുത്ത അസംബ്ലി ഇലക്ഷൻ ആകുമ്പോൾ 2 സീറ്റും കൂടെ കൂട്ടി വാങ്ങിക്കുക. അല്ലാതെ UDFിന് ആഗ്രഹം കൊണ്ട് വന്നാലല്ല. പക്ഷെ UDFിലേക്ക് അത് പോകുന്നതിന്റെ അഭിപ്രായം എനക്കില്ല. കാര്യം ഇതിപ്പോ ഒരു സ്ഥാനം അവർക്കുണ്ട്. ഇനിയിപ്പോ CPIക്ക് അല്ലാണ്ട് ഈ രാജ്യസഭാ സീറ്റ് കൊടുക്കുകയില്ല. പിന്നെ ഈ ഇലക്ഷനിൽ കോട്ടയത്ത് മാണിയുടെ ആള് തോറ്റു കഴിഞ്ഞാൽ ചിലപ്പോ ആ സീറ്റ് ഇവർ കൊടുക്കാൻ സാധ്യതയുണ്ട്. അല്ലാണ്ട് LDFിൽ നിന്ന് വിട്ടു പോകുന്നവർക്ക് പോകുന്നില്ല. BJPയുടെ കൂടെ പോയല്ല എവിടെ എത്തൂല. BJPയുടെ കൂടെ പോയിട്ട് എവിടെ എത്താനാ ഒന്നും നടക്കൂല. മാണിയുടെ മോനാണെങ്കിലും നല്ല സമർത്ഥനാ ജോസ് കെ മാണി. കാര്യം നോക്കിയിട്ടേ വെക്കും. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, മുഹമ്മയിൽ നിന്ന് തങ്കച്ചനാണ്. ശ്രീ തങ്കച്ചൻ, താങ്കൾ കേരള കോൺഗ്രസ് രാഷ്ട്രീയം കുറെ കൂടി അടുത്ത് നിന്ന് അറിയാവുന്ന ആളാണ് എന്ന് പ്രതീക്ഷിക്കുന്നു, പ്രത്യേകിച്ച് മുഹമ്മയൊക്കെ ആകുമ്പോൾ. അതുകൊണ്ടാണ് താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ മുന്നണി മാറ്റത്തിനുള്ള സാധ്യത വല്ലതുമുണ്ടോ, അതോ കോൺഗ്രസ് ഒരു ചൂണ്ടെറിഞ്ഞു നോക്കി എന്നത് മാത്രമേ ഉള്ളൂ? താങ്കൾ ആ TV മ്യൂട്ട് ചെയ്ത ശേഷം സംസാരിക്കാം.
ചാത്തന്നൂരിൽ നിന്ന് രാധാകൃഷ്ണനാണ്. എല്ലാ പ്രേക്ഷകരോടുള്ള ഒരു അഭ്യർത്ഥനയാണ്, ദയവായി പൊതുവേദിയിൽ സംസാരിക്കുമ്പോൾ ടി വി മ്യൂട്ട് ചെയ്ത് ഫോണിൽ മാത്രമായി സംസാരിക്കുക. ടി വിയിൽ വരുന്ന സംപ്രേഷണം ചെയ്ത് എത്തുന്ന സമയവും നിങ്ങൾ ഫോണിൽ സംസാരിക്കുന്ന സമയവും തമ്മിൽ ചെറിയ സെക്കൻഡുകളുടെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ടി വി മ്യൂട്ട് ചെയ്ത ശേഷം വേണം പൊതുവേദിയിൽ സംസാരിക്കാൻ. ചാത്തന്നൂരിൽ നിന്ന് ശ്രീ രാധാകൃഷ്ണനാണുള്ളത്. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ജോസ് കെ മാണി NDAയിലോ അല്ലെങ്കിൽ UDFിലോ സമീപകാലത്ത് തന്നെ പോകാൻ സാധ്യതയുണ്ട് എന്ന് കരുതേണ്ടതില്ല. മറ്റൊരു പ്രശ്നമുള്ളത്, നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രത്യേകിച്ച് CPMന്റെ അരക്കില്ലത്താണെങ്കിൽ അരക്കില്ലത്തിൽ നിന്ന് വളരെ ഞാനല്ല പറഞ്ഞത്, വീക്ഷണത്തിന്റെ എഡിറ്റോറിയലാണ്. ഓക്കെ വീക്ഷണ എഡിറ്റോറിയൽ എഴുതിയേക്കുന്നത് അങ്ങനെയാണ്, അരക്കില്ലത്തിൽ നിന്ന് അരക്കില്ലത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുവാൻ പാകത്തിനുള്ള പെരുവഴി അമ്പലമായിട്ടുള്ള UDF ഉണ്ട്. UDFിൽ പ്രേമേന്ദ്രനൊക്കെ പോയാണ്ടില്ലേ. അതേപോലെ ഏത് സമയത്തും ചെന്ന് കയറാവുന്ന, ഏത് മഴയത്തും നനയാതെ കയറി നിൽക്കാവുന്ന RSPയെ ഒക്കെ പോലെ തന്നെ കേരള കോൺഗ്രസുകളൊക്കെ പോലെ തന്നെ മുമ്പ് മാറിയിട്ടുണ്ടല്ലോ. അപ്പോ ഈ PJ ജോസഫിന്റെ കേരള കോൺഗ്രസും ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസും അവസരോചിതമായിട്ട് അവർക്ക് എവിടെയാണോ അധികാരം കിട്ടുന്നത് അവിടേക്ക് മാറി നിൽക്കും എന്നുള്ളത് കേരളത്തിലെ ജനതയ്ക്ക് ഒന്നടങ്കം അറിയാം. പക്ഷെ ഒരു കാര്യം പരമമായ സത്യമാണ്, ഈ രാജ്യസഭാ സീറ്റ് CPIക്ക് കിട്ടൂ. കാരണം CPIയുടെയും CPMന്റെയും പാർട്ടി ചിഹ്നം തന്നെ ഒന്നാണ്, അറിയാമല്ലോ. CPIയുടെ പാർട്ടി ചിഹ്നം എന്ന് പറയുന്ന അരിവാൾ നിൽക്കതിരല്ല, അത് തെരഞ്ഞെടുപ്പിനേ ഉള്ളൂ. അരിവാൾ ചുറ്റികയിൽ മത്സരിക്കുന്ന ഒരേ പാർട്ടി തന്നെ, രണ്ട് പാർട്ടിക്ക് ഒരേ പാർട്ടി ചിഹ്നമുള്ള ഒരു പാർട്ടി തന്നെ ഒരുപക്ഷെ ഇന്ത്യയിൽ CPIയും CPM കാണൂ. സ്വാഭാവികമായിട്ട് സ്വന്തം മക്കൾക്ക് ഭക്ഷണം കൊടുത്തിട്ടല്ലേ അടുത്ത വീട്ടിലെ പിള്ളേക്ക് കൊടുക്കൂ എന്ന് പറയുന്നത് പോലെ സ്വാഭാവികമായിട്ടും മറിച്ചും അഭിപ്രായങ്ങളൊക്കെ പറയുന്നവരുണ്ട്. CPI CPM തർക്കത്തിലൊക്കെ അഭിപ്രായം പറയുന്നവരുണ്ടെന്നല്ല, അത് താങ്കളുടെ അഭിപ്രായം. ഇങ്ങനെ നമുക്ക് അടുത്തൊരു പ്രേക്ഷകരുണ്ട്, ഇടച്ചേരിയിൽ നിന്നും ശ്രീ ഇസ്മയിലാണ്. ശ്രീ ഇസ്മയിൽ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇത് ഇങ്ങനെ ഒരു മുന്നണി മാറ്റത്തിനുള്ള സാധ്യതയുണ്ടോ, അതോ കോൺഗ്രസ് ഈ സമയത്ത് ഈ പാർട്ടി ഒന്ന് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ഒരു എഡിറ്റോറിയൽ എഴുതിയിട്ടതാണോ? എന്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഈ LDF UDFിൽ വന്നാൽ പോലും ഇനി സ്വീകരിക്കാൻ പാടില്ല എന്ന് അഭിപ്രായം. കാരണം വെച്ചാൽ ഇത് സ്ഥാനങ്ങൾക്കും അധികാരങ്ങൾക്കും വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ഈ ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ അങ്ങനെ ഈ ജനങ്ങളെ വല്ലാതെ പൊട്ടന്മാരാക്കുന്ന ഈ പരിപാടി ആരായാലും പുറത്തു പോയവരെ തിരിച്ചെടുക്കണ്ട എന്നുള്ളതിന്റെ അഭിപ്രായം. അവർ ക്ഷണിക്കുക പോലും ചെയ്യരുതെന്നാണ് എന്റെ അഭിപ്രായം. മുന്നണി രാഷ്ട്രീയത്തിൽ അങ്ങനെയൊക്കെ നിലപാട് സ്വീകരിച്ചാൽ ചിലപ്പോൾ അത് തിരിച്ചടിയാവില്ലേ? രണ്ട് മുന്നണി രാഷ്ട്രീയത്തിൽ അങ്ങനെയൊക്കെ നിലപാട് സ്വീകരിക്കാൻ കഴിയുമോ? ഇടതു മുന്നണിയിൽ നിന്ന് വലതു മുന്നണിയിലേക്കും തിരിച്ചുമൊക്കെ ആളുകളെ ചൂണ്ടയിട്ട് പൊക്കുകയും അല്ലെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇവിടെ അവസരം കൊടുക്കുകയും അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ആളിനെ എടുക്കുകയും ഒക്കെ ചെയ്തിട്ടില്ലേ പലപ്പോഴും രണ്ടുപേരും? അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവരുടെ അധികാരമോഹം കൊണ്ട് മാത്രമാണ്. ജോസ് കെ മാണിയും അങ്ങനെ തന്നെ പോയതല്ലേ? ഈ രാജ്യസഭാ സീറ്റ് എന്നുള്ള ഇതുകൊണ്ട് മാത്രമായിരിക്കും ഇനി ചിലപ്പോൾ അവർക്ക് സീറ്റ് അവർക്ക് കൊടുത്തില്ല. CPIക്കുള്ള സീറ്റാണിത്. അപ്പോൾ ആ CPIക്ക് സീറ്റ് കൊടുത്തില്ലെങ്കിൽ അവർ തീർച്ചയായും ഘടകശിവന്ത ഉപേക്ഷിച്ച് തിരിച്ചിങ്ങോട്ട് വരാൻ സാധ്യത പ്രകടിപ്പിക്കും. ആ അവസരത്തിൽ പോലും തിരിച്ച് അവർക്ക് ആ കൊടുക്കരുതെന്നാണ് അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം. അങ്ങനെ നമുക്ക് എരുമേലിയിൽ നിന്നും ശ്രീ അൽത്താഫ് കൂടി ചേരുന്നുണ്ട്. ശ്രീ അൽത്താഫ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഇതിനകത്ത് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ഉടനെ കേരള കോൺഗ്രസ് M UDFിലേക്ക് പോകുന്നു. കാരണം UDF തന്നെ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലാണ്. അതിലേക്ക് ആരെങ്കിലും ജീവനും ഭയമുള്ളവരാരെങ്കിലും ചെന്ന് കയറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഉടനെ പോകുന്നു നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. പക്ഷെ വേറൊരു കാര്യം ഇതിനകത്ത് കാണേണ്ടത്, CPIയും കേരള കോൺഗ്രസും തമ്മിൽ മുന്നണിക്കകത്ത് വളരെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ആ പ്രശ്നം ഇത് വീണ്ടും മുന്നണിക്ക് തലവേദനയാകുന്നുണ്ട്. കേരള കോൺഗ്രസ് ഇപ്പം നമ്മൾ അതിന്റെ ചരിത്രം തന്നെ പരിശോധിക്കുകയാണെങ്കിൽ എന്നും ചർച്ചയും തർക്കവും ലയനവും ഒക്കെ ഉള്ള ഒരു പാർട്ടിയാണ് ഈ കേരള കോൺഗ്രസ്. അതിങ്ങനെ ബാർഗെയിൻ ചെയ്തുകൊണ്ട് LDF മുന്നണിക്കകത്തുകൊണ്ടൊരു ബാർഗെയിൻ ചെയ്യുന്നത് ശരിയായിട്ടുള്ള നിലപാടല്ല. രാജ്യസഭാ സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ അവർക്കൊരു ഒരു ഇഷ്ടക്കേട് ഉണ്ടാവും. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി വന്നു കഴിയുമ്പോഴത്തേനും അവര് കൂടുതൽ അസ്വസ്ഥമാവും. പക്ഷെ നമ്മളത് UDFിലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് രാജ്യസഭാ സീറ്റ് കിട്ടുമോ, ലോക്സഭാ സീറ്റ് കിട്ടുമോ? ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഇപ്പോൾ ഒരു മന്ത്രിസ്ഥാനം പോകും, ചീഫ് വിപ്പും കൂടെ പോകും. അപ്പൊ നമ്മളിത് ഉടനെ പോകുന്ന ഒരു കാരണവശാലും പോകുന്നില്ല. കാരണം ഒരു ക്യാബിനറ്റ് പദവിയുള്ള ഒരു മന്ത്രി, അതോടൊപ്പം തന്നെ ചീഫ് വിപ്പ്, ഇതൊക്കെ ഉള്ള ഒരു പാർട്ടി രാജ്യസഭാംഗം കിട്ടിയില്ലെങ്കിൽ ജോസ് കെ മാണിയുടെ പ്രത്യേകിച്ച് അധികാരമൊന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് തന്നെ ആവും അദ്ദേഹം. അദ്ദേഹം പരാജയപ്പെട്ടു പോയതല്ലേ പാലയില്. രാജ്യസഭാ സീറ്റ് അദ്ദേഹത്തിന് കാലാവധി കഴിഞ്ഞുകൊണ്ടല്ലേ പോകുന്നത്. അതിനിപ്പോ അത് കൊടുത്ത് പിടിച്ചെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ പോവാണ്, അങ്ങനെ പോട്ടെ എന്നുള്ള ഒരു മനോഭാവമാണ് വേണ്ടത്. വെറുതെ ഇങ്ങനെ എല്ലാ സമയം ബാർഗൻ ചെയ്യുന്നത് ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. അടുത്ത ഒരു പ്രേക്ഷകൻ കൂടിയുണ്ട്, അബ്ദുൽ റഹ്മാനാണ് ദുബൈയിൽ നിന്നും. ശ്രീ അബ്ദുൽ റഹ്മാൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഹലോ, ഈ വിഷയത്തിനെക്കാട്ടി മുൻപേ എനിക്കൊരു കാര്യം പറയാനുണ്ട് സാറേ. തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. കാരണം പറഞ്ഞാൽ സാറിന്റെയും എന്റെയും ഒക്കെ ജീവനും അതുപോലെ തന്നെ സാറിന്റെയും എന്റെയും പോലത്തെ ഉള്ളവരുടെ ആരോഗ്യവും
കർഷകന്റെ ജീവനും. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയൊരു ചർച്ചയായിട്ട് വരേണ്ടത്. കാരണം സാറിന്റെ ഈ ചാനൽ കാണിച്ചതുപോലെ ആ കർഷകരുടെ നെല്ലിനെ പറ്റിയിട്ട് വേറൊരു ചാനൽ കാണിക്കുന്നില്ല. അതായിരുന്നു എടുക്കേണ്ടത്. കാരണം ആ രാക്ഷസ റാണി ഏതാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ കർഷകരെ കഷ്ടപ്പെടുത്തിയ നടപടി എടുക്കാനുള്ള ഒരു ഇതും കൂടിയിട്ട് താങ്കളുടെ ചാനൽ മുഖേന നടത്തണമെന്നാണ് എനിക്ക് പറയുന്നത്. ഇനി ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് എന്ന് പറയുന്നത് വേസ്റ്റ് ആണ്. നമ്മുടെ ആ വേസ്റ്റിന്റെ ചിന്താഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതിനെ കൊണ്ടുപോയിട്ട് വടക്കാക്കുക, വടക്കിനെ കൊണ്ടുപോയിട്ട് നല്ലതാക്കുക എന്നതാണ് അവരുടെ തത്വം. കാരണം ജോസ് കെ മാണി അവരുടെ കൂടെ നിന്നപ്പോൾ ചെയ്ത നാടിന്റെ തെറ്റുകൾ അതൊക്കെ നേരെയാക്കാൻ വേണ്ടിയിട്ട് മകനെ കൊണ്ടുപോയി നേർവഴിക്ക് നഴിച്ച് നല്ലതായി എന്ന് കണ്ടപ്പോൾ ഇപ്പൊ അവർക്ക് വേണമെന്നുള്ള ഒരു മോഹമായി തുടങ്ങി. അപ്പൊ എന്ന് പറഞ്ഞാൽ ജോസ് കെ മാണി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് പൂർണ്ണമായും പറയാൻ കഴിയുമോ നമുക്ക്? ഈ ജോസ് കെ മാണിയുടെയും കെ എം മാണിക്കെതിരെയൊക്കെ ഇടതുമുന്നണി ചെയ്ത സമരങ്ങളും നടത്തിയ ആരോപണങ്ങളും ഒക്കെ ഇപ്പോഴും ഉള്ളതല്ലേ? രാഷ്ട്രീയത്തിൽ പിന്നെ അങ്ങനെയൊന്നുമില്ല. പല സമയത്തും അങ്ങനെ ആരോപണം നടത്തുന്നവരൊക്കെ മുന്നണി മാറുകയൊക്കെ ചെയ്യും. നന്നായി ചീത്തയായി എന്നൊക്കെ പറയുന്നതിനകത്ത് അർത്ഥമുണ്ടോ? അല്ല സാറേ, ജോസ് കെ മാണിക്ക് തോന്നിയിട്ടുണ്ടാവുമല്ലോ. കാരണം എന്റെ അപ്പൻ അവിടെ ഇട്ടിട്ട് കള്ളനും മറ്റേ അഴിമതിക്കാരനും ആക്കി മാറ്റി. എനിക്ക് ആ വഴിക്ക് പോകാൻ പറ്റില്ല. ഞാൻ LDF വന്ന് നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജോസ് കെ മാണിയെ വീണ്ടും കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിന്റെ അപ്പനെ ചെയ്ത അതേ ഗതിയിലേക്ക് ആക്കുക എന്നുള്ള ഒരു ഇതുമായിട്ടാണ് കോൺഗ്രസ്. അത്രയൊക്കെ ധാർമ്മികത പറയേണ്ടതുണ്ടോ ശ്രീ അബ്ദുൾ റഹ്മാൻ? ഈ പാർട്ടിക്ക് ഈ കേരള കോൺഗ്രസ് എമ്മിനെതിരെ അബ്ദുള്ള കുട്ടിയൊക്കെ നോക്കിയിട്ട് കേരള കോൺഗ്രസ് എമ്മിനെതിരെ CPM-ഉം ഇടതുമുന്നണിയും ഒക്കെ പറഞ്ഞ ആരോപണങ്ങളും സമരങ്ങളും വലിയ സമരങ്ങൾ, കേരളം കണ്ട വലിയ സമരങ്ങളെല്ലാം നമ്മൾ കണ്ടതല്ലേ? അത് അവരുടെ UDF-ന്റെ കൂടെ നിന്നപ്പോൾ അദ്ദേഹത്തിന് ജോസ് കെ മാണിക്ക് അദ്ദേഹം ഒരു മുന്നണി മാറി എന്ന് കരുതി അങ്ങ് വിശുദ്ധനാവുമോ? മുന്നണി മാറിയപ്പോൾ അതങ്ങ് വിശുദ്ധനാവുകയൊന്നുമില്ല. ഇതൊക്കെ രാഷ്ട്രീയത്തിന് വേണ്ടി, താൽക്കാലിക ജയത്തിന് വേണ്ടി അത്തരം കാര്യങ്ങളൊക്കെ എല്ലാ പാർട്ടികളും സ്വീകരിക്കാറുണ്ട്. അതിൽ തെറ്റ് ശരിയെന്ന് പറയാനില്ല. അതുകൊണ്ട് അദ്ദേഹം LDF-ലേക്ക് വന്നത് അതുപോലെ തന്നെ പറഞ്ഞാൽ ഇപ്പം വീടിന്ന് കൊണ്ടുപോയിട്ട് വടക്കാക്കിയിട്ട് അതിലും വടക്കായ മറ്റേ NDA-ലേക്ക് ഒന്ന് തള്ളിവിടണം. അതാണ് ഇപ്പം. കാരണം എന്ന് പറഞ്ഞാൽ BJP-യിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഏറ്റവും താങ്കൾ അങ്ങനെ കരുതുന്നല്ല താങ്കളുടെ അഭിപ്രായം. അങ്ങനെ നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടത് ശ്രീ സുരേന്ദ്രനാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ സുരേന്ദ്രൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇത്തരമൊരു മാറ്റത്തിനുള്ള വല്ല സാധ്യതയുണ്ടോ? അതോ ഈ പാർട്ടിക്കകത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള ചില തർക്കങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് കോൺഗ്രസ് അങ്ങനെ ഒരു കൊഴി വെച്ചതാണോ? നമസ്കാരം സാറേ. എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പൊ ഈ ജോസ് കെ മാണി LDF-ൽ വന്നാല് ആദ്യം തൊട്ട് തന്നെ ജോസ് കെ മാണി ചോദിച്ച സീറ്റുകൾ, നിയമസഭാ ഇലക്ഷനിൽ ചോദിച്ച സീറ്റ് മുഴുവൻ കൊടുത്തിട്ട് ഇന്ന് വരെ ഉണ്ടായിട്ടുണ്ടോ തോന്നുന്നില്ല. ആ കേരള കോൺഗ്രസ് പാർട്ടി കുറ്റ്യാടി സീറ്റാന്ന് തോന്നുന്നു തിരിച്ച് CPM-ന് കൊടുത്തത്. അതായത് ഒരു ഘടകകക്ഷിക്ക് കൊടുത്ത സീറ്റ് അവർക്ക് ചോദിച്ച സീറ്റ് മുഴുവൻ കൊടുത്ത് തിരിച്ചു കൊടുത്ത ഒരു ചരിത്രം ആദ്യമായിട്ട് ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. അപ്പൊ അവർക്ക് വലിയ പരാതികളും കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ വഴിയില്ല. അപ്പൊ ആകെ കൂടിയിട്ട് ഈ പരാതിയായിട്ട് വന്നിട്ട് രാജ്യസഭാ സീറ്റാണ് മിക്കവാറും. എനിക്ക് തോന്നുന്നു CPM-ന്റെ സീറ്റാണെങ്കിൽ ഒരു പക്ഷേ കൊടുക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവർ പോവാനായിട്ട് യാതൊരു വഴിയില്ല. കാരണം മോൻസ് ജോസഫിന്റെ അരക്കില്ലായിരിക്കും അവിടെ ഉണ്ടാവുക. അവിടേക്ക് ഇവര് പോകുമെന്നുള്ളത് അറിയില്ല. കാരണം അവിടെ PJ ജോസഫും മറ്റും മോൻസ് ജോസഫാണ് ഇപ്പോ മറ്റേ മഞ്ഞക്കടമ്പൻ തിരിച്ചു പോകുന്നത് ഓർക്കുന്നുണ്ടല്ലോ. അപ്പൊ മറ്റു പ്രശ്നത്തിലേക്ക് കൂടി പോയിട്ടുന്നുണ്ട്. പാലക്കാട് നിന്നും ജമാലാണ്. ശ്രീ ജമാൽ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ സ്വാഭാവികമായും ഒരു മുന്നണി മാറ്റത്തിനുള്ളൊരു സമയമൊന്നുമല്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനിയും കാലം ഏറെയുണ്ട്. സാധാരണ കേരള കോൺഗ്രസുകളുടെയൊക്കെ മുന്നണി മാറ്റം പലപ്പോഴും തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് സമയത്തൊക്കെയാണ്. പക്ഷേ കോൺഗ്രസ് വളരെ മുൻകൂട്ടി കണ്ട ഒരു അടി ഇന്ന് വീക്ഷണം പത്രത്തിൻ്റെ എഡിറ്റോറിയൽ തന്നെ നൽകിയിരിക്കുന്നു. അവരെ ക്ഷണിച്ചുകൊണ്ട്. പക്ഷേ ക്ഷണിക്കുമ്പോൾ തന്നെ ജോസ് കെ മാണിയെ പറയാവുന്ന ആക്ഷേപങ്ങളൊക്കെ ചൊരിയുന്നുമുണ്ട്. ന്യൂസ് 8-ന്റെ ഈ പ്ലാറ്റ്ഫോമിൽ കൂടെ KPCC-നോട് അപേക്ഷിക്കാനുള്ളത്, പിന്നെ ഒരു കാരണവശാലും ജോസ് കെ മാണിയെ കേരള കോൺഗ്രസ് എമ്മിനെ കോൺഗ്രസിന്റെ പാളയത്തിലേക്ക് UDF-ന്റെ പാളയത്തിലേക്ക് കൊണ്ടുവരരുത് എന്ന് എന്റെ നേതൃത്വത്തിനോട് അഭ്യർത്ഥിക്കാനുണ്ട്. ഓക്കെ, എന്തായാലും താങ്കളുടെ വികാരം അങ്ങനെയും അഭിപ്രായമുള്ള കോൺഗ്രസ്സുകാരുണ്ട്. ചങ്ങനാശ്ശേരിയിൽ നിന്നും ശ്രീ അജയകുമാർ കൂടി ചേരുന്നു. ശ്രീ അജയകുമാർ, ചങ്ങനാശ്ശേരിയൊക്കെ ആകുമ്പോൾ താങ്കൾക്ക് കുറെ കൂടി കേരള കോൺഗ്രസ്സുകാരുടെ സ്വഭാവവും അവരുടെ ചരിത്രമൊക്കെ നേരിട്ട് അറിയാവുന്ന ആളാവും എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇങ്ങനെ ഒരു മുന്നണി മാറ്റത്തിലുള്ള സാധ്യത വല്ലതുമുണ്ടോ? അല്ല, നേരിട്ടറിയാവുന്ന കാര്യങ്ങൾ പൊതുവേദിയിൽ പറയുന്നത് ശരിയല്ലല്ലോ. പിന്നെ ഈ മുന്നണി മാറ്റം നമുക്കത് ഒരു പക്ഷേ ഇതിന്റെ ചർച്ച ജൂൺ 4-ന് ശേഷമായിരുന്നുവെങ്കിൽ കുറെ കൂടെ വ്യക്തത വരുമായിരുന്നു. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഉറപ്പായിട്ടും
ഞാൻ എന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാട് പറയുകയാണ്. ഉറപ്പായിട്ടും കേന്ദ്രത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ വരും. അങ്ങനെ ഒരു സർക്കാർ വന്നു കഴിഞ്ഞാൽ, ഇനിയും മൂന്നാമതൊരെണ്ണം വന്നു കഴിഞ്ഞാൽ, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. മുസ്ലിം ലീഗ് ഉറപ്പായിട്ടും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന്റെ കൂടെ പോയിരിക്കും. അങ്ങനെ മുസ്ലിം ലീഗ് പോകുന്ന സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുമ്പോൾ അവിടെ കേരള കോൺഗ്രസിന് പ്രസക്തി ഇല്ലാതാകും. അപ്പൊ കേരള കോൺഗ്രസ് എങ്ങുമില്ലാതെയാകും എന്നുള്ളത് മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് ഒരു വഴി ഇട്ടുകൊടുക്കുകയാണ് KPCC ചെയ്തിരിക്കുന്നത്. എന്തിന്? കാരണം കേരള കോൺഗ്രസ് ഇപ്പുറത്തോട്ട് വന്നു കഴിയാമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം, പക്ഷെ വിജയിക്കില്ല. മുസ്ലിം ലീഗ് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ കേരള കോൺഗ്രസിനെ ഇപ്പുറത്ത് നിർത്തിക്കൊണ്ട് കേരള ഭരണമൊന്നും പിടിച്ചെടുക്കാൻ അവരെ കൊണ്ട് പറ്റുകയില്ല. എന്നാൽ ഒരു വഴി അവർ തുറന്നിട്ടതാണെന്നാണ് എന്റെ കാഴ്ചപ്പാട്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് മറ്റു പ്രശ്നം കൂടിയുണ്ട്. ജയരാജാണ് ഏലപ്പാറയിൽ നിന്നും. ശ്രീ ജയരാജ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കേരള രാഷ്ട്രീയത്തിൽ മുന്നണിയിൽ അങ്ങനെ എന്തെങ്കിലും മാറ്റം വരാനുള്ള സാധ്യത കണ്ടാണോ ഇങ്ങനെ ഒരു എഡിറ്റോറിയൽ വീക്ഷണം എഴുതുന്നത്? അതോ ഈ രാജ്യസഭാ സീറ്റിനെ ചൊല്ലി സ്വാഭാവികമായി ഇടതുമുന്നണിയിൽ CPIയും കേരള കോൺഗ്രസ് ജോസ് വിഭാഗവും തമ്മിൽ അങ്ങനത്തെ ഒരു തർക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട്? അത് മുന്നിൽ കണ്ടുള്ള ഒരു ഏറ് മാത്രമാണോ? എന്താണ് താങ്കളുടെ അഭിപ്രായം? അല്ല, അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ഏറ് തന്നെയാണ് ഇത്. കാരണം ഇവര് ഈ UDF വന്നാൽ പോലും ഇവരെ എടുക്കരുതെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം എന്താ വെച്ചാൽ ഇവര് തക്കം കണ്ട് രാഷ്ട്രീയമായിരുന്ന ടീമുകളാണ്. കാരണം ഈ പണ്ട് മാണി സാറ് ഉള്ളപ്പം ഈ UDF അവരെ സംരക്ഷിക്കാത്ത ഒരു ഇതില്ല. കാരണം എല്ലാ പദവികളും പുള്ളിക്ക് കൊടുത്താണ് നമ്മൾ സംരക്ഷിച്ചത് UDF. അങ്ങനെ ഇരുന്ന് അവര് ഈ തക്കം കണ്ട് മറുകണ്ഠം ചാടുന്ന ടീമാണ്. ഇപ്പം തന്നെ ഈ ചാഴിക്കാടെന്ന് കണ്ടോ, ഇവരുടെ രാഷ്ട്രീയം തന്നെ അങ്ങനെയാണ്. ഇവര് ഇപ്പം അവിടെ ഈ LDF തന്നെ നിന്ന് തുടരണം, അവിടെ ഇരുന്ന് ഇവര് കടന്ന് കുഴയണം. അതാണ് എൻ്റെ കാഴ്ചപ്പാട്. ശരി, എന്തായാലും താങ്കൾക്ക് ആ പാർട്ടിയോടുള്ള താങ്കളുടെ നിലപാട് വളരെ വ്യക്തമാണ്. നമുക്ക് മുഹമ്മയിൽ നിന്ന് തങ്കച്ചൻ കൂടിയുണ്ട്. ശ്രീ തങ്കച്ചൻ, താങ്കൾക്ക് പറയാം. സാറേ, പിന്നെ ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് LDF വിട്ട് പോകില്ലെന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. ശരി, പിന്നെ LDF നിന്ന് അവരെ ഇറക്കി വിട്ടതല്ലേ സാർ? അവര് പിന്നെ UDF നിന്ന് ഇറക്കി വിട്ടതല്ലേ? അവര് LDFിലേക്ക് അല്ലെങ്കിൽ LDFകാരെങ്കിലും ക്ഷണിച്ചിട്ടാണോ അവര് വന്നത്? ഇറക്കി വിട്ടതാണോ ഇറങ്ങിപ്പോയതാണോ എന്നൊക്കെ സംബന്ധിച്ച് പല തർക്കങ്ങളും ഉണ്ട്. രണ്ടുപേരും രണ്ട് ഭാവം പറയുന്നുണ്ട്. ഇറക്കി വിട്ടതാണെന്നേ അവരെ ഇറക്കി വിട്ടതാണ്. നേരെ മറിച്ച് അന്ന് പിന്നെ ഉമ്മൻചാണ്ടിയും പിന്നെ രമേശ് ചെന്നിത്തലയും ഒക്കെ നല്ലപോലെ ജോസ് കെ മാണിയായിട്ട് സംസാരിച്ചെങ്കിൽ ഒരു തവണ പിണങ്ങിപ്പോയപ്പോൾ കോൺഗ്രസ്സുകാർ അവരുടെ ഒരു രാജ്യസഭാ സീറ്റ് കൊടുത്താണ് മടക്കി കൊണ്ടുവന്നത്. ആ രാജ്യസഭാ സീറ്റുമായിട്ടാണ് ഇപ്പുറത്ത് പോകുന്നത്. നോക്കി, അപ്പോൾ അതിന് രണ്ടുപേരും രണ്ട് ആരോപണങ്ങൾ ഉന്നയിക്കുക സ്വാഭാവികമാണ്. ഇപ്പൊ ആരെങ്കിലും കൂട്ടുപിടിച്ച് UDF വികസിപ്പിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ VD സതീശന് ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ ലോക്സഭാ സീറ്റിൽ സീറ്റുകള് പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന് സീറ്റ് കൂടിയാൽ VD സതീശനൊന്നും കസേര കിട്ടത്തില്ല. അതുകൊണ്ട് VD സതീശനൊക്കെ എങ്ങനെയെങ്കിലും ഈ കേരള കോൺഗ്രസിനെയൊക്കെ ഒന്ന് UDFിലേക്ക് കൊണ്ടുവരണം. കാരണം ക്ഷീണം മാറ്റാൻ വേണ്ടി. പക്ഷേ ആ എഡിറ്റോറിയൽ താങ്കൾ വായിച്ചു കഴിഞ്ഞാൽ ജോസ് കെ മാണിയെ പറയാവുന്ന ആക്ഷേപങ്ങളൊക്കെ ചുരുങ്ങിയ ശേഷമാണ് അതിൻ്റെ ഏറ്റവും അവസാനം പറഞ്ഞേക്കുന്നത്. ഇങ്ങനെയാണ് വാചകം കൃത്യമായിട്ടില്ല. എതിരാളികൾ മനസ്സിൽ കാണുന്നത് മാനത്ത് കാണുന്ന അതീവ കൗശലക്കാരനായ രാഷ്ട്രീയക്കാരനായിരുന്നു കെ എം മാണി. അത്തരമൊരു മനസ്സോ മാനമോ കൗശലമോ ഇല്ലാത്ത ജോസ് കെ മാണി CPMന്റെ അരക്കെല്ലത്തിൽ കിടന്ന് വെന്തുരുകരുതെന്നാണ് പറയുന്നത്. CPMന്റെ അരക്കില്ലത്തിലാണ് ഞാൻ പറഞ്ഞതല്ല, ജോസ് കെ മാണി അത്രത്തോളം ആക്ഷേപിച്ചിട്ടാണ് തീരുമാനിക്കുമെന്നാ പറഞ്ഞിരിക്കണം. ശ്രീ തങ്കച്ചൻ, ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ജോസ് കെ മാണിയെ ക്ഷണിക്കാൻ വേണ്ടിയാണെങ്കിൽ അദ്ദേഹത്തെ ക്ഷണിക്കാൻ മാന്യമായി ക്ഷണിക്കാം. പക്ഷേ ഇതങ്ങനെയല്ല. അദ്ദേഹത്തെ ആക്ഷേപിക്കാവുന്നിടത്തോളം ആക്ഷേപിച്ച ശേഷമാണ് അവസാനം നിങ്ങൾ ഇങ്ങോട്ട് വരൂ എന്നുകൂടി പറഞ്ഞേക്കുന്നത്. അതാണ് ഈ VD സതീശൻ എന്ന് പറഞ്ഞ വിവരമില്ലാത്ത ഒരു മനുഷ്യനാണ്. ശരി, ഓക്കെ. എന്തായാലും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് അങ്ങനെ വിവരമില്ലാത്ത ആളാണെന്നുള്ള അഭിപ്രായമൊന്നും നമുക്കില്ല. ഒരു രാഷ്ട്രീയ നേതാവിനെ കുറിച്ചും അത്തരത്തിൽ അഭിപ്രായപ്പെടണം. അവരുടെ അഭിപ്രായങ്ങളോട് നിങ്ങൾക്ക് വിയോജിക്കാം, ആരുടെ ഏത് രാഷ്ട്രീയ നേതാവിൻ്റെ ആയാലും. പക്ഷേ അവരെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിക്കരുത്. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. ജോബാണ് നിലമ്പൂരിൽ നിന്നും. ശ്രീ ജോബ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ കേരള കോൺഗ്രസിന് ഒരു ചൂണ്ടയിടുന്നതാണോ UDF? അതോ കേരള കോൺഗ്രസിനുള്ളിൽ ചില തർക്കങ്ങൾ മുന്നിൽ കണ്ടുള്ള ആ കുളം കലക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രം മാത്രമാണോ? എന്താണ് താങ്കളുടെ അഭിപ്രായം? ഒരിക്കലുമില്ല. നമ്മൾ ആര്യടൻ മുഹമ്മദ് സാറിന്റെ മണ്ഡലത്തിലാണ്, പണ്ട് മരിച്ചുപോയ ആദരണായ ആര്യടൻ മുഹമ്മദ് സാറിന്റെ മണ്ഡലത്തിലാണ് സംസാരിക്കുന്നത്. പറഞ്ഞോളൂ. ആര്യടൻ മുഹമ്മദ് സാറ് ഇവിടെ വൈദ്യുതി മന്ത്രി ആയിരിക്കുമ്പോൾ റവന്യൂ വകുപ്പുള്ള നമ്മളെ ഈ
നമ്മളെ സാറ് മാണി സാർ ഇവിടെ വന്നിരുന്നു നമ്മുടെ നിലമ്പൂർ മണ്ഡലത്തില്. ശരി. അന്ന് ഒരു പ്രതിജ്ഞ എടുത്തിരുന്നു. അന്ന് എത്രയോ വർഷങ്ങൾ മുന്നേ 84 90 പറഞ്ഞിരുന്നു, ഞാൻ മരിച്ചാലും കോൺഗ്രസ് വിടില്ല എന്നൊരു പ്രതിജ്ഞ അയാൾ സാറ് പറഞ്ഞിരുന്നു. അപ്പൊ ആ പ്രതിജ്ഞ അത് പാലിച്ചുകൊണ്ട് മരിക്കുന്നത് വരെ കോൺഗ്രസ് വിടാത്ത ഒരു സാറായിരുന്നു നമ്മളെ മാണി സാർ. ജോസ് സാറിന് പാർട്ടി വിടാനുള്ള സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായിട്ട് കുതികാല് വെട്ടാണ് CPM നടത്തിയത്. അതുകൊണ്ടാണ് ഈ ജോസ് കെ സാറിന് ഈ പാർട്ടി വിട്ട് എന്തായാലും ജോസ് കെ സാർ തിരിച്ചു വരും. പിന്നീട് ജോസ് കെ സാറിന് മാണി സാർ തിരിച്ചു വരും എന്നുള്ളത് നമുക്ക് 100% ഉറപ്പാണ്. നേരത്തെ ഒരു പ്രേക്ഷകൻ പറഞ്ഞു ജോസ് കെ തിരിച്ചു വന്നാലും എടുക്കേണ്ടതില്ല എന്നൊക്കെയാണ് ചില കോൺഗ്രസ്സുകാർ പറഞ്ഞത്. തീർച്ചയായിട്ടും എടുക്കേണ്ടതില്ല, തീർച്ചയായിട്ടും എടുക്കും. അത് നമ്മളെ കോൺഗ്രസ്സുകാരിൽ ഇതര വിഭാഗത്തെ അതായത് കുത്തിത്തിരിപ്പുള്ള ആൾക്കാർ മാത്രം പറയുന്നത് ജോസ് കെ സാർ വന്നാൽ തിരിച്ചെടുക്കുമെന്നുള്ളത് 100% ഉറപ്പാണ്. ജോസ് കെ സാറിന് തെറ്റുപറ്റി, നമ്മളെ മുരളീധരൻ സാറിന് തെറ്റുപറ്റിമാര്, മുരളി സാറിന് തെറ്റുപറ്റിമാര് ജോസ് കെ സാറിന് തെറ്റ് പറ്റിയത് തന്നെയാണെന്ന് 100% കോൺഗ്രസ്സുകാരും വിശ്വസിക്കുന്നത്. ആ ജോസ് കെ സാർ കോൺഗ്രസിന്റെ തറവാടല്ലാതെ ഈ മാണി സാറിന് തിരിച്ചു വരാൻ വേറൊരു വകുപ്പുമില്ല. എന്തായാലും ഒരു 5 വർഷത്തിന്റെ ഉള്ളിൽ ജോസ് കെ മാണി തിരിച്ചു വന്നിരിക്കും എന്നുള്ളതാണ് കോൺഗ്രസ്സുകാരന്റെ ഒരു 90% പ്രതീക്ഷയും. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടെ രാജീവാണ് പാലക്കാട് നിന്നും. ശ്രീ രാജീവ്, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? എനിക്കെന്താ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ രാഷ്ട്രീയത്തില് കുതിരവെട്ടാണ് കൂടുതലുള്ളത്. കുതിരവെട്ട് വരുമ്പോൾ നമുക്ക് കെ എ മാണി സാറ് വരുമ്പോൾ നമ്മൾ കോൺഗ്രസിനെ അനുകൂലിക്കുന്നത്. കോൺഗ്രസിനെ അനുകൂലിക്കുന്നത് അതായത് ഞാൻ എന്താ പറയുന്ന അറിയോ, നമുക്ക് അവര് എന്താ അറിയോ കൂടുതൽ കാലം അവർ കോൺഗ്രസ് നിൽക്കണം. LDF വരെ കൂടുതൽ അഴിമതിയായിട്ട് കെ എ മാണി അഴിമതിക്കാരനെ പറഞ്ഞിട്ട് ഒരു ബജറ്റ് വരെ താളം തെറ്റിച്ച് നടന്ന ആൾക്കാരാണ് അവര്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് മറ്റു പ്രശ്നത്തിലേക്ക് പോകേണ്ടതുണ്ട്. സൂപ്പിയാണ് വെള്ളമുണ്ടയിൽ നിന്നും. ശ്രീ സൂപ്പി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇത് ഏതെങ്കിലും ഒരു മാറ്റത്തിനുള്ള സാധ്യത വല്ലതുമാണോ, അതോ ഇത് രാഷ്ട്രീയത്തിൽ ഒരു കുളങ്കലക്കൽ അല്ലെങ്കിൽ ചില തന്ത്രപരമായ നീക്കങ്ങൾ അതിനപ്പുറത്ത് കാണേണ്ടതുണ്ടോ? ആലോചന മാത്രമേ, ഭീഷണൻ പത്രത്തിന്റെ ആലോചന മാത്രമേ ഉള്ളൂ. കാരണം കെ എം മാണി സാറ് ജോസ് കെ മാണിയെ സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഒരു അഭിപ്രായ വ്യത്യാസവും പിന്നെ വരാൻ പോകുന്നില്ല. കാരണം അദ്ദേഹത്തിന് രാജ്യസഭ സീറ്റ് അർഹപ്പെട്ട, പിന്നെ CPI ആവശ്യപ്പെട്ടത് കൊണ്ടൊന്നും മുന്നണി അത് കൊടുത്തോളൊന്നും അഭിപ്രായമൊന്നുമില്ല. താങ്കൾ പറയുന്നത് CPIക്ക് കൊടുക്കാതെ കേരള കോൺഗ്രസ് എമ്മിന് കൊടുക്കുമെന്നാണോ? UDF-ൽ പോയ ആ കടലിൽ പോയി ശ്രീ സൂപ്പി, ഒരു ചെറിയ സംശയം. താങ്കളുടെ അഭിപ്രായത്തിൽ രണ്ട് സീറ്റുകൾ ഉള്ളതിൽ ഒരു സീറ്റ് CPIക്ക് കൊടുക്കാതെ ജോസ് കെ മാണിക്ക് കൊടുക്കുമെന്നാണോ താങ്കൾ കരുതുന്നത്? കെ മാണിക്ക് തന്നെ കൊടുക്കും. CPI സമ്മതിക്കുമോ? അങ്ങനെ CPIയുടെ പരമ്പരാഗതമായ ഒരു സീറ്റ് വിട്ടുകൊടുക്കാൻ CPI സമ്മതിക്കുമോ? CPIന്റെ സീറ്റ് അല്ലേ, കെ മാണിന്റെ സീറ്റ് അല്ലേ അത്? CPIയുടെയും ഒരാൾ ഒഴിയുന്നുണ്ട്, ജോസ് കെ മാണി ഒഴിയുന്നുണ്ട്. ഹലോ, ഇവർ രണ്ടുപേരും ഒരു സീറ്റിന് അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ശരി, നമുക്ക് മറ്റൊരു പ്രേക്ഷകനാണ് സജീവാണ് ചേർത്തലയിൽ നിന്നും. ശ്രീ സജീവ്, താങ്കൾക്ക് പറയാം. ശ്രീ സജീവ്, കേൾക്കാമോ? പറഞ്ഞോളൂ. 2 രാജ്യസഭാ സീറ്റ് ഉണ്ടല്ലോ. 2 രാജ്യസഭാ സീറ്റ് ഭരണമുന്നണി കിട്ടും, 1 രാജ്യസഭാ സീറ്റ് പ്രതിപക്ഷ മുന്നണി കിട്ടും. അങ്ങനെയാണ്. അപ്പൊ അത് CPIക്ക് കൊടുക്കാനാണ് സാധ്യതയുള്ളത് സീറ്റ്. ശരി, എന്തായാലും ഈ വിഷയത്തിൽ പ്രേക്ഷകർ വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളാണ് നടത്തിയത്. ഒരു വിഭാഗം ആളുകളെങ്കിലും തിരിച്ച് UDF-ലേക്ക് മടങ്ങണം എന്ന് പറഞ്ഞു. മടങ്ങി വന്നാലും ഒരു കാരണവശാലും ജോസ് കെ മാണിയെ എടുക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ ഈ മുന്നണി വിട്ടുപോകാൻ, ഇടതുമുന്നണിയിൽ മന്ത്രിസ്ഥാനമൊക്കെ അധികാരത്തിലിരിക്കുന്ന ഒരു സ്ഥാനത്ത് ഇതിന് മുന്നണി വിട്ടുപോകാനുള്ള യാതൊരു സാധ്യതയും ഇല്ല എന്ന് പറഞ്ഞവർ ഇതൊന്നുമല്ല, ഇനി അവർ NDA-യിലേക്ക് പോവുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞവരുമുണ്ട്. അങ്ങനെ വളരെ വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളായിരുന്നു പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടായത്. നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി. പരാതി കൊടുക്കുന്നതാണ്.